ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും എപ്പിസോഡ് ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പം നമുക്ക് റിവ്യൂയിലേക്ക് പോയാലോ. അതിനുശേഷം തന്നെ എന്തായാലും കുട്ടിയെ ഒരു ഓർഫണേജിലാക്കാൻ തന്നെ എല്ലാവരും കൂടി തീരുമാനിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ സിസ്റ്ററിനെ വിളിച്ചിട്ട് ശിവ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സമ്മതം വേണം. കാരണം വർഷ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കുട്ടിയുടെ ബന്ധുവാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അഭിയും ശിവയും അഞ്ചും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ വർഷം സമ്മതിക്കുമെന്നറിയില്ല. അവൾക്ക് ഒട്ടും താല്പര്യമില്ല ആ കുട്ടിയെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ. അതുകൊണ്ട് തന്നെ ഇനി നമ്മളതിന് ശ്രമിക്കണം. അപ്പോൾ തീർച്ചയായും ശ്രമിച്ചേ പറ്റുള്ളൂ. അപ്പോഴത്തേനും അഭി പറയുന്നുണ്ട്, അവൾ ശ്രമിച്ചിട്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. കാരണം ആ കുട്ടി ഇവിടെ നിർത്താൻ എനിക്ക് പറ്റില്ല. അവളും അതിന് നടക്കണ്ട എന്ന് പറയുന്നുണ്ട്. താൻ എന്തിനാ ആ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ചൂടാവുന്നതെന്ന് അഞ്ചു മാറി മാറി ചോദിക്കുന്നുണ്ട്. അല്ല, പിന്നെ അവളുടെ ഭാവി സുരക്ഷിതമാക്കണ്ടേ, അതിനു വേണ്ടി തന്നെയാണെന്ന് പറയുന്നു. ആ സമയത്ത് കുട്ടിയുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് റീത്ത പറഞ്ഞൊരു പെണ്ണ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോൾ എവിടെയാണ്, എൻ്റെ മോൾ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്, അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ആരാണ്? ഞാൻ ആർച്ചമോളുടെ അമ്മയാണെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മോൾ എവിടെ? നിങ്ങൾ ആർച്ചമോളുടെ അമ്മയാണെന്ന് എന്താ ഉറപ്പ്? അതെ, ശിവപ്രസാദിൻ്റെ ഭാര്യയാണ് ഞാൻ. ഞങ്ങൾ തമ്മിൽ അത് ഒരു രസത്തിലല്ല. കുട്ടിയുമായിട്ട് അയാൾ എന്നിൽ നിന്ന് കടന്നു കളഞ്ഞതാണ്. എൻ്റെ മോളെ കാണാതെ 3 മാസമായി. ആ കുട്ടിയെ അയാളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അയാളൊരു ക്രിമിനൽ കൂടിയാണ്. അപ്പോൾ അയാളിപ്പോൾ ജയിലിൽ പിടിച്ചു, അതായത് പോലീസ് പിടിച്ചു എന്നറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിയെ എനിക്ക് തന്നെ വേണം, എൻ്റെ മോളെ കിട്ടണം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. ശിവ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ഒരു തെളിവില്ലാതെ കുട്ടിയെ തരാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ഒരു തെളിവില്ലാതെ മോളെ ഞങ്ങൾക്ക് തരാൻ സാധിക്കില്ല, തെളിവ് വേണോ? അപ്പോഴത്തേനും ശിവപ്രസാദും ആ പെണ്ണും ആ കുട്ടിയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, സത്യമല്ലേ, എൻ്റെ മോള് തന്നെയാണ് ആർച്ചക്കുട്ടി, എനിക്ക് എൻ്റെ മോളെ വേണമെന്ന് പറയുന്നു. നിങ്ങളുടെ മകളാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്നും അഭി പറയുന്നുണ്ട്. അഭിക്കാണെങ്കിൽ ആ കുട്ടി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നൊരു ആശ്വാസത്തിൽ നിൽക്കുവാണ്. അതിനുശേഷം വേഗം പോയിട്ട് കുട്ടിയെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വർഷം അങ്ങോട്ട് വരുന്നുണ്ട്. റീത്തിയാണെങ്കിൽ കുട്ടിയെ വാരി എടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ മോളെ എന്നൊക്കെ വിളിച്ചിട്ട്. വർഷയാണെങ്കിലോ, നിങ്ങൾ ആരാണ്, എൻ്റെ മോളെ എടുക്കേണ്ട ആവശ്യം എന്താ, ഞാൻ ഈ കുട്ടിയുടെ അമ്മയാണെന്ന് പറയുന്നു. നിങ്ങൾ അമ്മയാണെങ്കിൽ കുട്ടിക്ക് നിങ്ങളെ കണ്ട പരിചയം പോലും ആ കുട്ടി കാണിക്കുന്നില്ലല്ലോ. അത് കുട്ടി കുറച്ചായിട്ട് എന്നിൽ നിന്ന് അകന്ന് നിൽക്കല്ലേ, എന്നോട് പിണങ്ങി നിൽക്കുമായിരിക്കും, അല്ലാതെ ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്തായാലും ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞാലാണ് ഞങ്ങളെ മോളെ തിരിച്ചു തരാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ എന്ത് സത്യാവസ്ഥയാണ്? ഞങ്ങൾ പോലീസിൽ പറഞ്ഞിട്ടാണ് കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ നിയമത്തിന് മുന്നിൽ തന്നെയാണ് ഈ കുട്ടിയെ നിങ്ങൾക്ക് കൈമാറാനും സാധിക്കുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ എല്ലാത്തിനും തയ്യാറാണെന്ന് പറയുന്നു. ശിവയാണെങ്കിൽ അറിയാതെ അവളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തൊരു കള്ളത്തരം, ശിവയ്ക്ക് മണക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഈ ഫോട്ടോ എടുക്കുന്ന കാണുന്ന രീതിക്ക് ദേഷ്യം വരുന്നുണ്ട് ശിവയോട്. അതിനുശേഷം മാറിപ്പോകുന്നു. പിന്നീട് വിവേകേട്ടനുമായിട്ട് ഇതെല്ലാം സംസാരിക്കുന്നുണ്ട് ശിവയും മഞ്ജും അഭിയും കൂടി. അപ്പോഴത്തേനും അപ്പോൾ നമ്മുടെ വർഷം അങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ അമ്മയാണെന്നുള്ളതൊരു സംശയമാണ്. കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും പരിചയം വേണ്ടേ, ആ അമ്മയാണെങ്കിൽ ആ കുട്ടിക്ക് അത്രയും സ്നേഹം വേണ്ടേ. പക്ഷെ ആ കുട്ടി അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം, ഇവരാരാണെന്ന് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വരാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് ഞാനും വരാമെന്ന് പറയുന്നുണ്ട് അഭിയും ശിവയും കൂടെ. എന്നിട്ട് കുട്ടിയെ അവരെ അടുത്താക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം. വേറെ ഓർഫണേജിൽ തന്നെ ആ കുട്ടിയെ ആക്കണം. സുരക്ഷിതമായിട്ട് ആ കുട്ടി അവിടെ തന്നെ നിന്നോട്ടെ, അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ അങ്ങോട്ട് കൊണ്ടുപോകുക തന്നെയായിരിക്കും നല്ലതെന്ന് പറയുന്നു. അപ്പോൾ വിവേകിന് നല്ല സംശയമുണ്ട്. അവരുടെ സംസാരത്തിൽ ഇപ്പോൾ പന്തികേട് പോലെയാണ് എപ്പോഴും തോന്നാറ്. അവൾ എന്തോ ദേഷ്യത്തോടു കൂടിയും എന്തോ മറയ്ക്കുന്നത് പോലെയായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട് കേട്ടോ. അഭി എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? ഞങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് അഭി വക്കീൽ എന്തിനാ ടെൻഷനാവേണ്ട കാര്യം? ഞങ്ങൾക്കില്ലാത്ത ടെൻഷൻ അഭിക്ക് വേണ്ട കേട്ടോ എന്ന് വിവേക് പറയുന്നുണ്ട്. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വർഷയെ ഞങ്ങൾ രക്ഷിക്കുന്നേ വേണ്ടേ, അവളൊരു പാവമല്ലേ, അതുകൊണ്ടാണ്, വേറൊന്നും ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതല്ല എന്ന് പറയുന്നു. എന്തായാലും നമുക്ക് സ്റ്റേഷനിലൊന്ന് പോയിട്ട് കാര്യങ്ങൾ പറയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ കുട്ടിയെ ഓർഫണേജിലാക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ. അതിനുശേഷം തന്നെ അഞ്ചു ആണെങ്കിലോ, നീ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നു. എനിക്ക് വിശപ്പില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഭക്ഷണത്തിന് മുന്നിലിരുന്നാൽ വിശക്കും,
താൻ വാടോ എന്ന് പറഞ്ഞിട്ട് വർഷയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോണ വർഷ ആർച്ചമോൾ അവിടെ കാണുന്നില്ല. അഞ്ചു ആർച്ചയെ അവിടെ കാണാനില്ല. എന്താ നീ പറയുന്നത്? നിന്നെ കാണാതെ താഴത്തെ ഇറങ്ങി വന്നതായിരിക്കും മോള്, നമുക്ക് എവിടെയും തിരയാന്ന് പറഞ്ഞിട്ട് തിരയുമ്പോഴത്തേനും അവിടെ എവിടെയും കാണാനില്ല. പക്ഷേ അഞ്ചോണയിൽ അടുക്കള വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. ആരോ ഇവിടെ വന്നിട്ടുണ്ട്, കുട്ടി എടുത്തു പോയത് പോലെയാണ് തോന്നുന്നതെന്ന് പറയുന്നു. എന്നാൽ പിന്നെ നമ്മളെ വിവേകിനോട് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും പുറത്തായിരുന്നില്ലേ, ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ കുട്ടിയെ നമ്മൾ കാണാതിരിക്കില്ലല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും എന്നാൽ പിന്നെ ആ വന്ന സ്ത്രീ തന്നെയായിരിക്കും, എനിക്കും അതിൻ്റെ സംശയം, അവർ തന്നെയായിരിക്കും നമ്മുടെ മോളെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ആ സമയത്ത് നമ്മുടെ അഭിയും ശിവയും കൂടിയും വരുന്നുണ്ട് കേട്ടോ. ആ സ്ത്രീ ഒരു ഫ്രോഡാണ്. കാരണം അവളുടെ ഭർത്താവിനെ കൊന്നു എന്ന പേരിലാണ് ശിവദാസൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അവളൊരു ഫ്രോഡായിട്ടുള്ളൊരു സ്ത്രീയാണെന്നൊക്കെ പറയുന്നുണ്ട്. എടോ, മോളെ കാണാനില്ല, നമ്മളവിടെ സംസാരിച്ചുകൊണ്ടിരുന്നില്ല, അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ മുതൽ മോളവിടെ കാണുന്നില്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ആ സ്ത്രീ തന്നെയായിരിക്കും എന്നാൽ മോളെ കൊണ്ടുപോയിട്ടുണ്ടാവുക എന്ന് വിവേകം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആ ഒരു സ്ത്രീ വല്ലാത്തൊരു സ്ത്രീയാണല്ലോ, നമുക്ക് എങ്ങനെയാണ് അത് അന്വേഷിക്കുക? ഈ ഭാഗത്തൊക്കെ CCTV ക്യാമറ ഉണ്ടല്ലോ, അവിടെ ഒന്ന് പരിശോധിക്കാം. വിവേക് പറയുന്നുണ്ട്, എൻ്റെ രീതിയിൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ, പിന്നെ നമുക്ക് DYSP മാഡത്തോടും പറയണം കാര്യങ്ങൾ, ആ കുട്ടിയെ നമുക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ. അത് പറയുന്നുണ്ട്, സൈബർ സെല്ലിലൊക്കെ അറിയിക്കാം. ആ നമ്പർ ഉണ്ടല്ലോ ശിവയുടെ കയ്യിൽ, ശിവയ്ക്ക് എങ്ങനെയാണ് അവളുടെ നമ്പർ കിട്ടിയത്? ആ പ്രശ്നം നടക്കുമ്പോൾ അവളുടെ ഫോണിൽ നിന്ന് ആ നമ്പർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് നമ്പർ കിട്ടിയത്. പക്ഷേ അവളുടെ ഫോട്ടോ കൂടി ഞാൻ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ തന്നെ ഒരു നോട്ടമുണ്ട്, അപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ കുറച്ച് സംശയങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും അഭി വീണ്ടും പറയുന്നുണ്ട്, കുട്ടിയെ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം, ഈ വീട്ടിൽ നിന്ന് മിസ്സായിട്ടുള്ള കുട്ടിയല്ലേ, അങ്ങനെ അവൾക്ക് അങ്ങനെ ആ കുട്ടിയെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ എനിക്കൊരു ഉറപ്പ് തരണം, ആ കുട്ടിയെ കിട്ടിയ ഉടനെ തന്നെ ഈ കുട്ടി ഇവിടേക്ക് കൊണ്ടുവരാൻ പാടില്ല, അതിനെ നേരെ ഓർഫനേജിൽ സുരക്ഷിത കൈകളിൽ എത്തിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പദ്ധതി തയ്യാറാക്കാൻ ഞാൻ മുന്നിൽ നിന്നോളാം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൈ കൊടുക്കുമെന്ന് പറയുന്നു. വർഷ സമ്മതത്തോടുകൂടി അല്ലെങ്കിലും കൈ വെച്ച് കൊടുക്കുന്നത് തൻ്റെ മോളെ നിന്ന് കിട്ടിയാൽ മതി, ആ ഒരു ദുഷ്ടത്തിയുടെ കയ്യിൽ നിന്ന് തൻ്റെ മോളെ രക്ഷിച്ചാൽ മതി എന്നുള്ള ഒരു ഇതിലായിട്ട് ഒരു അമ്മയുടെ സ്നേഹമാണ് നമുക്ക് വർഷയിൽ കാണുന്നത് കേട്ടോ. അപ്പോഴത്തേനും വീണ്ടും ആ കുട്ടിയെ കൊണ്ട് ആ ഒരു ദുഷ്ടമായ സ്ത്രീ, അതായത് ആ പെണ്ണ് അവിടെ ഒരു ഗുണ്ടകളും കുറേ ഉണ്ട് കേട്ടോ, ഏതൊരു വീട്ടിനകത്ത് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടിക്ക് കഴിക്കാനൊക്കെ ആപ്പിളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. റീത്ത എന്നാണ് പേരെന്ന് വെച്ചാലും അത് വല്ലാത്തൊരു സ്ത്രീ തന്നെയാണ് കേട്ടോ. കാരണം അതിൻ്റെ ഭർത്താവിനെ കൊന്നു എന്ന പേരിലാണ് ശിവദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിൻ്റെ അമ്മയാണെങ്കിൽ നിന്നെ രക്ഷിക്കാൻ കുറേ ഓടി 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 അവൾ ക്ഷീണിച്ചു, അവൾ അവസാനം എൻ്റെ കയ്യിൽ തന്നെ കുടുങ്ങുകയും ചെയ്തു. ഇത് നിനക്ക് അമ്മയും അച്ഛനുമില്ല, പക്ഷെ നീ അനുഭവിക്കണം, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് നിന്നെ കൊണ്ടുവന്നത്. നിന്നെ കൊണ്ടുപോകാൻ വേറൊരാളായിരിക്കും നിന്നെ കൊണ്ടുപോവുക, ഞാനെന്നാവില്ല. അങ്ങനെ നിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. ഇതാണ് നിൻ്റെ അച്ഛന് ഞാൻ കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ. നിൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു, അവളൊരു പാവം സ്ത്രീ ആയിരുന്നു, എന്നിട്ടും പോലും അവളെ ഞാൻ വെറുതെ വിടാനൊന്നും പോയില്ല എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ആ ഒരു ഗുണ്ട വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കുട്ടി റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നു. സമയത്ത് ഇനി അവർ നോക്കിക്കോളും എന്ന രീതിയിലായിട്ടോ. അങ്ങനെ നമ്മുടെ അഭി വർഷയും മഞ്ജുവും കൂടി കുട്ടിയെ തിരഞ്ഞുകൊണ്ടെത്തി. അങ്ങനെ സൈബർ സെല്ലുകളെല്ലാം തന്നെ അറിയുകയും കുട്ടി എവിടെയാണെന്നുള്ളത് ഏകദേശം ഒരു പിടി കിട്ടുകയും ചെയ്യാം കേട്ടോ. എന്തായാലും ആ കുട്ടിയെ നമ്മൾ രക്ഷിച്ചിരിക്കും, അവളെ ഞാൻ ശരിയാക്കും എന്ന രീതിയിൽ തന്നെയാണ് അഭി പറയുന്നത്. എന്തായാലും ആച്ചമോളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ വർഷ ഒട്ടും തയ്യാറാവുന്നില്ല. വർഷയ്ക്ക് തന്നെ മോളെ തിരിച്ചു കിട്ടട്ടെ. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം കേട്ടോ.